അമ്മ തുറക്കട്ടെ, കണ്ണു തുറക്കട്ടെ. കുഞ്ഞപ്പ തനിയെ ഓടിക്കാണ് ഗൈസ്. അമ്മേ അവൻ പറഞ്ഞു കേട്ടാ. ഹലോ ഗൈസ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നാണ് കുഞ്ഞപ്പന്റെ ബർത്ത്ഡേ. എല്ലാരും ഈ ഒരു വ്ളോഗിന് വേണ്ടി കാത്തിരിക്കുവായിരുന്നെന്ന് എനിക്കറിയാം. പറ, എന്റെ അവസ്ഥ പറ. അതെ ഗൈസ്, രണ്ടുപേർക്കും പനിയാണ് ഗൈസ്. ആർക്കൊക്കെ? കുഞ്ഞപ്പനും. പനി എന്ന് പറയാൻ പറ്റത്തില്ല, ജലദോഷവും ഒടുക്കത്തെ തലവേദനയും തുമ്മലും ഒക്കെ. രാവിലെ എണീറ്റിട്ട് ഞാൻ ഉടനെ ചെയ്തത് ആവി പിടിച്ചതാണ് ഗൈസ്. നമ്മുടെ പനിക്കൂർക്കയും തുളസിയിലൊക്കെ ഇട്ട് നല്ലോണം ആവി പിടിച്ചിട്ടിരിക്കാണ്. കുഞ്ഞപ്പൻ എണീറ്റിട്ടുമില്ല ഗൈസ്. ഇപ്പോൾ 8 മണിയായിട്ടുണ്ട് ടൈം. ഇപ്പൊ 8 മണിയായിട്ടുണ്ട്. കുഞ്ഞപ്പൻ ഇതുവരെ എണീറ്റിട്ടില്ലേ. അവന് കുറച്ചു നേരം കൂടി ഉറങ്ങട്ടെ. അവനാണെങ്കിൽ എന്റെ അത്ര പോലും വയ്യ, നല്ല ജലദോഷമുണ്ട്. അപ്പൊ നമ്മളിപ്പോ രാവിലെ തന്നെ അവന്റെ ബർത്ത്ഡേയുടെ ഡെക്കറേഷൻസും കാര്യങ്ങളും ആദ്യം ചെയ്യാൻ പോകും. ചേട്ടൻ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തോളും. ബലൂൺ വീർപ്പിക്കലും ഇതാക്കലും. എനിക്ക് ആദ്യം തന്നെ അടിച്ചു വാരി മൊത്തം തുടയ്ക്കണം. കുറച്ചു പേരൊക്കെ വരും കേട്ടോ. വേറെ ആരുമല്ല, നമ്മുടെ വീട്ടുകാർ, നമ്മുടെ കുടുംബക്കാർ തന്നെയാണ്. അത്രയും പേരാകുമ്പോഴത്തേ അത്യാവശ്യം ആളുണ്ടാകും. പുറത്തുനിന്ന് അങ്ങനെ വേറെ ആരെയൊന്നും അധികം വിളിച്ചിട്ടൊന്നുമില്ല. ചേട്ടന്റെ ഫ്രണ്ട്സ് 1-2 പേരുണ്ടാവും, പിന്നെ നമ്മുടെ കുടുംബക്കാരും. അത്രയും ആദ്യം ഒന്ന് കുഞ്ഞപ്പനെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ കുഞ്ഞപ്പനെ ഉറക്കം. നോക്കിക്ക് എങ്ങനെ വിളിക്കാൻ തോന്നും. രാത്രി 12 മണിക്ക് ബർത്ത്ഡേക്ക് ആയിട്ടാണ് കേട്ടോ അവൻ കിടന്ന് ഉറങ്ങിയത്. ഞാനും ചേട്ടനാണെങ്കിൽ മത്സരമായിരുന്നു, ആരാദ്യം കുഞ്ഞപ്പനോട് ഹാപ്പി ബർത്ത്ഡേ പറയൂ എന്നുള്ളത്. ഞാൻ പറഞ്ഞേ ഗൈസ്, പക്ഷെ എന്നെ ചതിച്ചുകൊണ്ട് എന്റെ ശ്രദ്ധ തെറ്റിച്ച് 2 സെക്കൻഡിന്റെ വ്യത്യാസത്തിൽ ചേട്ടൻ കയറി ആദ്യം കുഞ്ഞപ്പനോട് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഓടിച്ചൊന്ന് തുടയ്ക്കാൻ മാത്രമേ ഉള്ളൂ. എല്ലാ ദിവസവും തുടയ്ക്കുന്നതുകൊണ്ട് വലിയ അഴുക്കൊന്നുമില്ല. പെട്ടെന്ന് തുടച്ചടിച്ചു വാരി എല്ലാം സെറ്റാക്കി. പുട്ടും സ്റ്റൂ ആയിരുന്നു. അപ്പൊ അതൊക്കെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോൾ അച്ഛനെ കിറ്റിൽ സാധനങ്ങളൊക്കെ ആയിട്ട് വന്നു. എല്ലാം വീർപ്പിക്കണം. 70 ബലൂൺസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ എല്ലാം പല പല കളറാണ് വാങ്ങിച്ചത്. അതല്ലേ രസം. കഴിഞ്ഞ വർഷമൊക്കെ ഞങ്ങൾ ഭയങ്കര കളർ കോഡ്, അച്ഛക്കും കുഞ്ഞപ്പനും എനിക്കും ഒരേപോലത്തെ കളർ ഡ്രസ്സ്, അതുപോലെ ഒരേപോലത്തെ ബലൂൺസ്, കളറും ഒരു കേക്കിന്റെ കളറും എല്ലാം ഒരുപോലെ കളർ വന്ന രീതിയിലൊക്കെയാണ് ചെയ്തത്. പക്ഷെ ഇപ്രാവശ്യം അങ്ങനെയൊന്നും നോക്കിയൊന്നുമില്ല. എല്ലാം പല പല കളറാണ്. അതാണ് കുറച്ചുകൂടി ഭംഗിയെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ എന്റെ പണിയൊക്കെ ഒന്ന് ഒതുങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛനെ സഹായിക്കാൻ വന്നതാണ് കേട്ടോ. എനിക്ക് മറ്റേ ഈസി പണിയാണ്, ബലൂണിൽ ഈ പമ്പ് വെച്ച് ഇങ്ങനെ അടിച്ചു കൊടുക്കല്. അപ്പോഴാണ് പെട്ടെന്ന് ടപ്പേന്നൊരു ഒച്ച കേൾക്കുന്നത്. നോക്കുമ്പോ പുറകെ കുഞ്ഞപ്പം വീണ് കിടക്കുന്നു. ഇവൻ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്നല്ലേ, ഇത് എങ്ങനെ ഇവൻ ഇവിടെ വന്ന് കിടക്കുന്നത്? ഞാൻ ഓടിച്ചെന്ന് ചേട്ടനും പുറകെ ഓടി വന്നേട്ടാ. അവൻ ഉറക്കത്തിൽ നിന്ന് ബെഡിൽ നിന്ന് എണീറ്റ് നടന്നു വന്നാണ് കേട്ടോ. പക്ഷെ പെട്ടെന്ന് കാല് ഇതായി വീണു പോയി. ആ വാതിലുണ്ടല്ലേ, വാതിലിൽ ചെന്ന് ഇടിച്ചിട്ട് താഴത്തേക്ക് വീണു പോയി. അമ്മ ഞാൻ ബെഡിൽ നിന്ന് ഇറങ്ങി നടന്നു വന്നാണ് അമ്മ. ഞാൻ എന്നിട്ട് തെന്നിപ്പോയത്. ഞാൻ പറഞ്ഞില്ലേ, മേലാത്തത് കൊണ്ട് ഒരു ഉഷാറില്ല. വല്ലാത്തൊരു എൻട്രി ആയിപ്പോയി ഗൈസ്. ഇവൻ എണീക്കണതിന് മുമ്പ് ബലൂണെല്ലാം വീർപ്പിച്ച് ബെഡെ കൊണ്ടിട്ടിട്ട് ഇവൻ എണീക്കുമ്പോ നിറയെ ബലൂണിന്റെ നടുക്ക് എണീക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷെ എല്ലാം ഫ്ലോപ്പ് ആയി പോയി. ഒരു 5 മിനിറ്റിന് ബാറ്ററി ചാർജ് ആവുന്നുണ്ട് കേട്ടോ. ഒട്ടും ഉഷാറില്ല. ബാറ്ററി ചാർജ് ആയിട്ട് നിങ്ങൾ എല്ലാരെയും കുഞ്ഞപ്പനെ കാണിക്കുന്നത്. ബർത്ത്ഡേ പ്രമാണിച്ചാണെന്ന് തോന്നുന്നു. 2-3 ദിവസമായിട്ട് കുഞ്ഞപ്പൻ ഭയങ്കര വീഴ്ചയാണ്. ചുമ്മാ നടക്കുമ്പോൾ വീഴും. ഞാൻ തുടച്ചതൊക്കെ നല്ലോണം ഉണങ്ങിയതാണ് കേട്ടോ. പക്ഷെ അവൻ എന്നാലും കട്ടിലേന്ന് ഇറങ്ങി നടന്നപ്പോൾ ഈ കാല് മടങ്ങിപ്പോയി പെട്ടെന്ന്. അങ്ങനെ എന്തോ വീണതാണേ. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കൂടെ വന്ന് ബലൂണൊക്കെ വീർപ്പിച്ച് ഭയങ്കര സന്തോഷമായി അത് മൊത്തം കണ്ടപ്പോൾ. അങ്ങനെ മൊത്തം ഡെക്കറേഷൻ പരിപാടിയൊക്കെ ബലൂണൊക്കെ വീർപ്പിക്കൽ കഴിഞ്ഞു. അപ്പോഴേക്കും അവന് വിശക്കാൻ തുടങ്ങി. ഞാൻ കൊണ്ടുപോയി പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകി ഞാനും ഒന്ന് പല്ലൊക്കെ തേച്ച് റെഡി ആയിട്ട് വന്നിട്ട് എനിക്കും ഭയങ്കര വിശപ്പ് കേസ്. പണിയൊക്കെ കഴിഞ്ഞപ്പോഴേ അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ തുടങ്ങി. അച്ഛക്ക് പിന്നെ വിശപ്പെന്ന് പറയുന്നൊരു സാധനം ഇല്ല. കുറേ നേരം നമ്മൾ പുറകെ നടന്ന് കഴിക്കെന്ന് പറഞ്ഞാലേ കഴിക്കുള്ളൂ കേട്ടോ. അങ്ങനെ കുഞ്ഞപ്പനും മാറിക്കൊടുത്ത് ഞാനും ഒരു മൂല ഇരുന്ന് കഴിക്കുകയാണ്. അപ്പുറത്ത് അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ട് കേട്ടോ, കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. ചേട്ടൻ മാത്രം ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അതേ കുഞ്ഞമ്മ വന്നു. കുഞ്ഞമ്മ ഒരു പാക്കറ്റ് മിഠായും കൊണ്ട് വന്നാണ് കേട്ടോ കുഞ്ഞപ്പന്. അപ്പോഴാണ് ഞാൻ ഓർത്തത്, അയ്യോ വെള്ളം കലക്കി വെച്ചില്ലല്ലോ ഒന്ന്, ടാങ്ക്. അപ്പോൾ അതേ മാംഗോയുടെ ഒരു ടാങ്ക് വാങ്ങിച്ചു. അപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ കുടിവെള്ളം തിളപ്പിച്ച് ആറ്റി കുപ്പിയിലൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വെള്ളം കലക്കാൻ. ഇപ്പൊ നല്ല ചൂട് സമയമല്ലേ, അപ്പൊ എല്ലാരും വരുമ്പോ തണുത്ത വെള്ളം കൊടുക്കാന്ന് വിചാരിച്ച്. എനിക്ക് കുഞ്ഞപ്പനും കുടിക്കാൻ വയ്യ, ജലദോഷം ആയതുകൊണ്ട്. അപ്പൊ അമ്മ ഇത്തിരി തരുവമ്മ എന്ന് പറഞ്ഞ് കയ്യിൽ നീട്ടിയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ വെള്ളമൊക്കെ കലക്കി വെച്ചിട്ട് ഞാനും കുഞ്ഞപ്പനും ചൂടുവെള്ളം ചൂടാക്കി കുളിക്കാൻ പോയി ഗൈസ്. നല്ലൊരു ദിവസമായിട്ട് എങ്ങനെ
എങ്ങനെയാണ് ജലദോഷമാണെന്ന് പറഞ്ഞ് കുളിക്കാണ്ടിരിക്കുന്നത്. ഞാനും തല നനച്ച് കുളിച്ചു, അവനെയും കുളിപ്പിച്ചു കേട്ടോ. അങ്ങനെ കുഞ്ഞപ്പനെ പുതിയ ഉടുപ്പ് ഷൂ ഒക്കെ ഇടിപ്പിച്ച് കൊടുത്തോണ്ടിരുന്നപ്പോഴാണ് ഇത് നമ്മുടെ സൂര്യ ഇത്ത വരുന്നത്. സൂര്യ ഷാനവാസ് എന്നാണ് ഇത്തയുടെ പേര്. അടിപൊളി ബേക്കറാണ് ഗൈസ്. ഒരു 2 വർഷമായിട്ട് നമ്മുടെ വീട്ടിൽ നടക്കുന്ന എല്ലാ പരിപാടികൾക്കും ഇത്തയുടെ കയ്യിൽ നിന്ന് മാത്രമേ കേക്ക് വാങ്ങിക്കുള്ളൂ. കാരണം ഒരു പ്രാവശ്യം അവരുടെ കയ്യിൽ നിന്ന് കേക്ക് വാങ്ങിച്ചാൽ പിന്നെ വേറെ എവിടെ നിന്നും വാങ്ങിക്കാൻ തോന്നൂല. ഇവർക്ക് ഹോം ഡെലിവറി ഉണ്ട് കേട്ടോ. നമ്മുടെ വീട് എവിടെയാന്ന് വെച്ചാൽ നല്ല അടിപൊളി കേക്ക് വീട്ടിൽ കൊണ്ടുവന്ന് തരും. നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് ചാവടിയിലാണ് ഇവരുടെ വീട് വരുന്നത്. കോൺടാക്ട് നമ്പറും ഇൻസ്റ്റയുടെ പേജും ഒക്കെ ഞാൻ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ. അപ്പോഴേക്കും എന്തേ ചിറ്റമാരും മക്കളും ഒക്കെ എത്തി. കുഞ്ഞപ്പന്റെ മാളിച്ചിട്ട് അവനത് ഒരു തോക്കും വാങ്ങിച്ചുകൊണ്ടാണ് വന്നത്. കുഞ്ഞപ്പന്റെ ഫേവറേറ്റ് ആണ് കാറും തോക്കും ഒക്കെ. അത് കഴിഞ്ഞപ്പോ ഞങ്ങൾ കേക്ക് മുറിക്കാനുള്ള ചടങ്ങിലേക്ക് പോയി. അത് തുറന്നു നോക്കിയപ്പോ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി ഗൈസ്. ഞാൻ പറഞ്ഞതിനേക്കാൾ എത്രയോ അടിപൊളിയായിട്ടാണ് ഇത്ത ചെയ്തേക്കുന്നത്. അവഞ്ചേഴ്സ് കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു തീമാണല്ലോ. കുഞ്ഞപ്പൻ എപ്പോഴും ഈ അവഞ്ചേഴ്സിന്റെ കാർട്ടൂണൊക്കെയാണ് കേട്ടോ കാണുന്നത്. അപ്പൊ ആ തീമിൽ ഇത്താക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ ചെയ്തോന്ന് പറഞ്ഞപ്പോ ഇത്ത ഇത്രയും അടിപൊളിയായിട്ട് ചെയ്തു തന്നു. എല്ലാരും ഹാപ്പി ബർത്ത്ഡേ ഒച്ച പറഞ്ഞല്ലേ, അല്ലെങ്കിൽ എന്റെ വൃത്തിയായിട്ട് ഒച്ച മാത്രമേ ഉണ്ടാവുള്ളൂ. റെഡി 1 2 3 സ്റ്റാർട്ട്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു ഡിയർ കണ്ണുകുട്ട, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ. എന്താടാ അമ്മേടാ? ആ നീ കുഞ്ഞ് കൊടുത്തിട്ട് കൊടുക്കുക. ആർക്ക് കൊടുക്കും? ആദ്യം ആർക്ക് കൊടുക്കും? അബിക്കുട്ടിന് ആദ്യം കൊടുക്കും. ഇനി ആർക്ക് കൊടുക്കും? ബേബിക്ക്. ഇനി ആർക്ക് കൊടുക്കും? ഇനി ആർക്കാണ് ആദ്യം? പോട്ടെ. ഇനി ആർക്ക് കൊടുക്കും? ഇനി ആർക്ക് കൊടുക്കും? ഇനി ആർക്ക് കൊടുക്കും? അടുത്ത ആർക്ക് കൊടുക്കും? ഇതിന്റെ അകത്തുനിന്ന് എടുത്തു കൊടുക്കും. ആർക്കാ കൊടുക്കണേ? ആർക്കാ? വിഷ്ണു ചേട്ടൻ. എന്നെയോ? എന്നെയോ? അമ്മ വായി വെച്ചോട്. എത്തിയല്ല. നീ ആർക്കാ കൊടുക്കണം? ഇപ്പോഴെങ്കിലും നിനക്ക് തോന്നിയ അമ്മക്കാണ്. താങ്ക് യു. ഇനി ആർക്കാ? അയ്യോ, മെഴുകുതിരി കത്തിച്ചില്ല ഗൈസ്. കുഞ്ഞപ്പന 5 വയസ്സിന് മെഴുകുതിരി കത്തിക്കാൻ മറന്നുപോയി ഗൈസ്. അല്ലെങ്കിലും നമ്മള് ഊതി അടയ്ക്കരുതെന്നാണല്ലോ പറയുന്നത്. കണ്ടല്ലോ, കുഞ്ഞപ്പൻ ആദ്യം ആർക്ക് കൊടുക്കുമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അബിക്കുട്ടനാണ് കേട്ടോ കൊടുത്തത്. കുഞ്ഞപ്പന്റെ കസിനാണ് കേട്ടോ അബിക്കുട്ടൻ. അബിക്കുട്ടന്റെ ഇളയ ഭാവയാണ് അച്ചുക്കുട്ടൻ. അച്ചുക്കുട്ടന് 2 വയസ്സേ ഉള്ളൂ. അവനും കൊടുത്തു. ഞാൻ അങ്ങനെ ചോദിച്ചത് വേറെ ഒന്നുമല്ല കേട്ടോ. എൻ്റെ ചെറുപ്പത്തിൽ ഇങ്ങനെ ഞാൻ കേക്ക് മുറിച്ചിട്ട് എന്നോട് ആർക്ക് കൊടുക്കുമെന്ന് ചോദിച്ചപ്പോൾ ഞാനും ഇതുപോലെ എൻ്റെ കസിനാണ് ആദ്യം കൊടുത്തത്. അതുപോലെ ഇവൻ ആർക്ക് കൊടുത്തു അറിയാനൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. കറക്റ്റ് അതുപോലെ തന്നെ അവൻ്റെ കസിന് തന്നെ കൊടുത്തു, കാബിക്കുട്ടിന് തന്നെ കൊടുത്തു ഗൈസ്. അപ്പോൾ ഭയങ്കര ഹാപ്പി ആയി കേട്ടോ. എല്ലാവർക്കും ഞാൻ കേക്കൊക്കെ മുറിച്ച് കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ അതിൻ്റെ മോളിൽ ഇരുന്ന മറ്റേ ക്യാപ്റ്റൻ അമേരിക്കനെ ഇവരെ എല്ലാവരും എടുത്ത് പറിച്ച് മാറ്റി വെച്ചിട്ട് നല്ല വലിയ വലിയ കഷ്ണങ്ങളാക്കി മുറിച്ച് പിന്നെ എല്ലാവർക്കും കേക്ക് സപ്ലൈ ആയിരുന്നു. കേക്കിന്റെ മുകളിൽ ഇരിക്കുന്ന സാധനങ്ങൾ അവഞ്ചേഴ്സിന്റെ തീമാണ്. ഇതെല്ലാം പിറക്കിയെടുക്കാൻ നിൽക്കുകയാണ് കേട്ടോ. 4 പേരുണ്ട് കേട്ടോ. എന്തോ 5 പോയി കളിച്ചോളാം. കുഞ്ഞപ്പനും അബിക്കുട്ടനും അച്ചുക്കുട്ടനും ആ ക്യാപ്റ്റൻ അമേരിക്കമാരെ കിട്ടാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു കേട്ടോ. അത് കിട്ടിയപ്പോൾ അവന്മാർ 3 പേരും കൂടി കളിക്കാൻ പോയി. അങ്ങനെ കേക്ക് മുറിച്ചു. ആ 2 നില കേക്കായിരുന്നു കേട്ടോ. അപ്പൊ മുകളിൽ ഇരുന്ന കേക്ക് മതിയായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി. അത് തികഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ താഴെ ഇരുന്ന കേക്ക് കുറച്ച് മാത്രം എടുത്തു. പിന്നെ കുറെ പേർക്ക് നമുക്ക് കൊണ്ട് കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നു കേക്ക്. അപ്പൊ ചിറ്റന്മാരെല്ലാരും കുഞ്ഞപ്പന് ഡ്രസ്സാണ് എടുത്തു കൊടുത്തത്. അപ്പൊ ഞാൻ കേക്ക് സപ്ലൈ ചെയ്ത് നടക്കുന്നു. കുഞ്ഞപ്പനാണെങ്കിൽ അവന്റെ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യുന്ന തിരക്കിലാണ്. അച്ചുക്കുട്ടനും വാളുക്കുട്ടി കേക്ക് കൊടുക്കാണ് കേട്ടോ. അപ്പൊ കുഞ്ഞപ്പനാണെങ്കിൽ ഓരോന്ന് തുറന്നു നോക്കുന്നുണ്ട്. അമ്മേ നോക്കിക്കേ എന്നെ അവിടെ നിന്ന് വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ നമുക്ക് തിരക്കാണ്, അതൊക്കെ എടുത്ത് വെച്ചോ, നമുക്ക് പിന്നെ ഈ വീഡിയോയുടെ അവസാനം എല്ലാരെയും കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. കുഞ്ഞപ്പൻ ആ ഒരു കൊറോണ ടൈമിൽ ജനിച്ചത് കൊണ്ട് കുഞ്ഞപ്പൻ 1 വയസ്സും 2 വയസ്സൊന്നും നമുക്ക് അങ്ങനെ വലുതായിട്ട് ആഘോഷിക്കാൻ പറ്റിയില്ല. ഇതുപോലെ തന്നെയൊക്കെ നമ്മുടെ ഫാമിലിയിലുള്ള ആൾക്കാരെല്ലാരും വന്നും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവനാണെങ്കിൽ എന്റെ മുന്നേ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്തോണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ ലാസ്റ്റ് ഞാനും ചേട്ടനും കുമ്മം കേക്ക് തന്നെയാണ് കേട്ടോ. എന്നാ ടേസ്റ്റ് ഇങ്ങനെ അലുത്തു പോകും നമ്മുടെ വായി വെച്ച് കഴിഞ്ഞാൽ. മിൽക്കി നട്ടിന്റെ കേക്കാണ് കേട്ടോ. അപ്പൊ കഴിഞ്ഞ വർഷം കുഞ്ഞപ്പന്റെ ബർത്ത്ഡേക്ക് മിൽക്കി നട്ടിന്റെ കേക്ക് തന്നെയാണ്.
തന്നെയാണ് വാങ്ങിച്ചത്. അപ്പോഴേക്കും നമ്മുടെ ഓട്ടോ ചേട്ടൻ എത്തി, ഫുഡ് ഓർഡർ കൊടുത്തതാണ് കേട്ടോ. ഞാനും അമ്മയും കൂടി ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞിരുന്നാണ് ഗേസ്. പക്ഷെ ഒന്നാമത്തെ കാര്യം എനിക്കും വയ്യ, കുഞ്ഞപ്പനും വയ്യ. അവനാണെങ്കിൽ ഭയങ്കര വാശിയായിരിക്കും. ഞാൻ അടുക്കളയിൽ ഫുൾ ടൈം എല്ലാവർക്കും ഇത്രയും ഫുഡ് ഉണ്ടാക്കണ്ടേ, നിന്ന് കഴിഞ്ഞാൽ അവനാണെങ്കിൽ വെറുതെ കരയും, എന്നെ വിളിച്ചുകൊണ്ടൊക്കെ ഇരിക്കും. അപ്പൊ അവസാനം ഞങ്ങൾ കൺക്ലൂഷനിലെത്തി നമുക്ക് ഓർഡർ കൊടുക്കാമെന്ന്. അപ്പൊ നല്ല രുചിയുള്ള ഫുഡും തിന്നാലോ. ബിരിയാണി ഒന്നും അല്ലായിരുന്നു കേട്ടോ, നല്ല ഒന്നാന്തരം ബീഫ് ഫ്രൈയും നല്ല ചുമന്ന് തുടുത്ത് വായി വെച്ചാൽ അത്രയും ടേസ്റ്റ് തോന്നിക്കുന്ന ഒരു മീൻകറി ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അച്ഛൻ്റെ ബർത്ത്ഡേക്കും കൊച്ചിൻ്റെ ബർത്ത്ഡേക്കും നമ്മൾ ഇത് തന്നെയാണ് ഓർഡർ ചെയ്തത്. ആ മീൻകറിയും ബീഫ് ഫ്രൈയും മാത്രം മതി, എത്ര വേണമെങ്കിലും ചോറ് കഴിഞ്ഞാൽ. പിന്നെ മോരുണ്ട്, ക്യാബേജ് ഉണ്ട്, തൊടുകറികളുണ്ട്, ഗ്ലാസും പ്ലേറ്റും ഒക്കെ അവർ തന്നെ തരും. അങ്ങനെ ഓർഡർ കൊടുത്താണ് നമ്മൾ. ഗൈസ് അങ്ങനെ കുഞ്ഞപ്പനെ കേക്ക് മുറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഔട്ട്ഫിറ്റ്. ഈ ഷോർട്സിലൊക്കെ ഞാൻ എടുത്ത ഡ്രസ്സും കാര്യങ്ങളൊക്കെ അത് കാണിച്ചായിരുന്നു, അതുകൊണ്ട് എല്ലാവർക്കും അറിയായിരിക്കും. കുഞ്ഞപ്പന്റെ ബ്ലൂ ആൻഡ് ബ്ലൂ ആണ്. കുഞ്ഞപ്പനെ പോലത്തെ സെയിം ഷർട്ട് തന്നെ ചേട്ടന് കിട്ടി. ബ്ലൂം ഇതന്നെ ഒരു പർപ്പിൾ കളറാണ്, വൈൻ റെഡ്. എന്റെ ഡ്രസ് ഇതാണ്. അപ്പോൾ നമ്മൾ കുഞ്ഞപ്പന് സർപ്രൈസ് ഇതുവരെ കൊടുത്തിട്ടില്ല, നമ്മളിപ്പോ സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. ഇതുവരെ സർപ്രൈസ് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും കുഞ്ഞപ്പൻ എന്താണ് നമ്മൾ വാങ്ങിച്ചതെന്ന്. ഇതുവരെയും കുഞ്ഞപ്പൻ എന്താണെന്ന് അറിയില്ല കേട്ടോ. അപ്പൊ നമ്മൾ ആ സർപ്രൈസ് പൊളിക്കാൻ പോവാണ് ഗായ്സ്. അവന്റെ ആ നോട്ടം നോക്കി എന്താ കുഞ്ഞിപ്പ എന്താ പറ്റും. നമ്മള് തൊട്ടപ്പുറത്ത് കുഞ്ഞമ്മയുടെ വീട്ടിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ ജീപ്പ്. തലേ ദിവസം തന്നെ നമ്മൾ ജീപ്പ് വീട്ടിലോട്ട് കൊണ്ടുപോകുന്നായിരുന്നു. കുഞ്ഞപ്പ കാണാതെ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു. ഇതാണ് കുഞ്ഞപ്പന്റെ വണ്ടി, അവൻ ഇതുവരെ കണ്ടിട്ടില്ല. നമുക്ക് സർപ്രൈസ് ആയിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകും. പോയി കണ്ണടച്ചിരുന്നോട്ടാ. ഒന്നുമില്ല പോന്നെ. ഇല്ല ഇല്ല ഇല്ല. എന്താ വല്ല സൗണ്ടും കേൾക്കുന്നുണ്ടാ? എന്തെങ്കിലും ഒച്ചയൊക്കെ കേക്കാവാ? ഇല്ല. അമ്മ തുറക്കട്ടെ, കണ്ണു തുറക്കട്ടെ. എന്താ ഇത്? ഇതെന്താ? നീ എക്സ്പ്രഷൻ ഇട്ടിട്ട് കേറിയാ മതി. ഞെട്ടിക്കേ ഞെട്ടിക്കേ. ഗായ്സ് കുഞ്ഞപ്പന്റെ ഞെട്ടലൊക്കെ ഇത്രയല്ല. എന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു ഇത്രയും ഞെട്ടുള്ളത്. സർപ്രൈസ് ആയി പോയാ പോലെ. നീ വിചാരിച്ചാ അച്ഛമ്മ ഇത് മേടിക്കുമെന്ന് വിചാരിച്ചില്ലേ? അവൻ തനിയെ ഓടിക്കാൻ നോക്കിയാ, അവൻ തനിയെ ഓടിക്കട്ടെ. അബിക്കുട്ടാ ഹായ്. ഹായ്താ കുഞ്ഞപ്പാ, ഹായ്താ. ഇഷ്ടപ്പെട്ടാ? സർപ്രൈസ് ആയി പോയാ? അവന് സർപ്രൈസ് കൂടിപ്പോയിട്ടാണെന്ന് തോന്നുന്നത്. എന്താണത്? നിക്ക് കേട്ടില്ല, ഒന്നുകൂടി പറഞ്ഞേ. ഞാൻ സ്കൂളിൽ കൊണ്ടുപോകുന്നു. അമ്മേ അവൻ പറഞ്ഞു കേട്ടാ, അവൻ സ്കൂളിൽ കൊണ്ടുപോകുന്നു. ആ ഓട്ടോ ചേട്ടനെ പറഞ്ഞു വിട്ടേക്കാം. മധുചേട്ടനെ ഇനി വരണ്ടെന്ന് പറയാല്ലേ? നീ പൊക്കോളൂല്ല കാറി. ആ ഇരിക്കണേ ഇരിപ്പ് നോക്കിക്ക്. എനിക്ക് ഭയങ്കര സന്തോഷമായി. കുഞ്ഞപ്പൻ അബിക്കുട്ട വാടാന്ന് പറഞ്ഞിട്ട് ആദ്യം അവനെയും കൂടി കയറ്റിയിരുത്തിയത്. അങ്ങനെ അബിക്കുട്ടനെ കൊണ്ട് ഒരു റൗണ്ട് മൊത്തം ഓടിച്ച് കറങ്ങി വന്നിട്ട് പിന്നെ അച്ചുക്കുട്ടനെ കയറ്റിയിരുത്തി. ഇത് റിമോട്ടിലാണ്, ചേട്ടനെ അവിടെ സൈഡിൽ നിന്ന് റിമോട്ടിലാണ് കേട്ടോ ഇതിപ്പോ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പിന്നെ പിള്ളേരെ ഇറങ്ങിക്കഴിഞ്ഞപ്പോ കുഞ്ഞപ്പൻ ഒറ്റക്ക് ഓടിച്ചു. റിമോട്ട് ഓഫ് ആക്കി കേട്ടോ, ഇനി നീ തനിയെ ഓടിക്കണം. പയ്യെ 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 പയ്യെ. ആ എടുത്തോ, വളച്ചോ, അങ്ങനെ തന്നെ. ഗായ്സ് കുഞ്ഞപ്പൻ അങ്ങനെ ഓടിക്കാൻ പഠിക്കുകയാണ് കേട്ടോ. അവിടെ കടയിൽ വെച്ച് ജസ്റ്റ് ഒന്നൊക്കെ ഓടിച്ചു നോക്കി. വളക്കാനും പിടിക്കാനും ഒക്കെ ഇത്തിരി ആദ്യമായിട്ടായോണ്ടായിരിക്കും അല്ലേ? പയ്യെ പയ്യെ റിവേഴ്സ് എടുക്ക്, റിവേഴ്സ് എടുക്ക്. ആ കുഞ്ഞപ്പ പയ്യെ പയ്യെ. ഗായ്സ് കുഞ്ഞപ്പ തനിയെ ഓടിക്കാണ്, റിമോട്ട് കൺട്രോൾ ഒന്നും അല്ല. കുഞ്ഞപ്പ തനിയെ ഓടിക്കാണ് ഗായ്സ്. പൊന്നാ തനിയെ ഓടിക്കാണോ നീ? എന്റെ പൊന്നെ സീനാണല്ല, സീനാണല്ല. മതി 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 മതി, നിർത്ത്. റൈറ്റിലോട്ട് തിരിച്ചിട്ട് പയ്യെ കറക്കിയെടുത്തേ. ആ അങ്ങനെ തന്നെ, അങ്ങനെ തന്നെ. ആ ഇനി എങ്ങനെയാ വെച്ചാ പറഞ്ഞോട്. ആ റിവേഴ്സ് എടുത്ത്. ആ നിർത്ത് നിർത്ത് നിർത്ത്. ഇത്തിരി കൂടി, ഒരു ഇച്ചിരി കൂടി റിവേഴ്സ് ഓട്ടെ, ഇച്ചിരി കൂടി. ആ മതി മതി പൊന്നെ. ആദ്യത്തെ ഒരു റൗണ്ട് ഓടിച്ചു വന്നപ്പോ ആൾക്ക് മനസ്സിലായി പിന്നെ എവിടെ ഇടിക്കാതെ മുട്ടാതെ തട്ടാതൊക്കെ എങ്ങനെയാ ഓടിക്കണ്ടേന്ന്. പിന്നെ അടിപൊളിയാ. കേറി നമുക്ക് പൊളിക്കാം.
കേറിയിരുന്നു. പൊന്നിരിക്കണ്ട, അവൻ ഒറ്റക്കൊന്നും ഓടിക്കട്ടെ. രണ്ടുപേരും ഒരുമിച്ചിരുന്ന് കഴിഞ്ഞാൽ അവർക്ക് ആ സ്റ്റിയറിംഗ് വളയ്ക്കാനും തിരിക്കാനും പറ്റത്തില്ലേ, ഭയങ്കര പാടായിരിക്കും. അപ്പോഴാണ് അല്ലെങ്കിൽ നമ്മൾ റിമോട്ടിൽ ഓടിക്കേണ്ടി വരും. റിമോട്ടിലൊന്നും ഓടിച്ചല്ലോ, അപ്പോൾ ഒറ്റയ്ക്ക് ഓടിപ്പിക്കാൻ നോക്കുകയാണേ. അപ്പോൾ അബിക്കുട്ടന് ചേട്ടൻ പറഞ്ഞു കൊടുക്കുകയാണ് എങ്ങനെയാണ് വളക്കണേ തിരിക്കണേ എന്ന്. നേരെ കൊണ്ടുപോയി തെങ്ങി ചാർത്തി ചെറുതായിട്ട് തെങ്ങി കൊണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ റിവേഴ്സ് എടുത്ത് പിന്നെ അബിക്കുട്ടന് നല്ല അടിപൊളിയായിട്ട് ഓടിച്ചു ഗൈസ്. പിള്ളേർക്ക് ആദ്യത്തെ ഒരു സ്റ്റാർട്ടിങ് ട്രബിളേ ഉള്ളൂ, പിന്നെ പറഞ്ഞു കൊടുത്തു കഴിയുമ്പോൾ നല്ലോണം ഓടിക്കും. അടുത്തതായി നമ്മൾ സ്വീകരനെ വിളിക്കുന്നു. വാ ശ്രീഹരൻ ഇറങ്ങിക്കൊടുക്ക്, ശ്രീഹരനെ ഓടിക്കട്ടെ. കുഞ്ഞപ്പന്റെ ഏറ്റവും ചെറിയ കൊച്ചിച്ചനാണ് കേട്ടോ ശ്രീഹരി. അപ്പൊ അവൻ കുറച്ച് വലുതല്ലേ, അതുകൊണ്ട് അവന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവൻ നല്ല സിമ്പിൾ ആയിട്ട് ഓടിച്ചിട്ട് തിരിച്ചു വന്നു. അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും കൂടി കട്ടിലേക്ക് എറിയുന്ന നമ്മുടെ ഏണിയും ബാബു ലുഡോയും ഒക്കെ കളിയായിരുന്നു കേട്ടോ. കളിയെന്ന് പറഞ്ഞാൽ ഭീകരമായ കളി. കുറെ നേരം ഞാനും അവരുടെ കൂടെ ഇരുന്ന് കളിച്ചു. അത് കഴിഞ്ഞ് ഇതേ സമയമായി ഫുഡ് കഴിക്കാനുള്ളത്. അപ്പൊ ഞാനും അമ്മയും കൂടി ടേബിളെല്ലാം പ്ലേറ്റൊക്കെ വെച്ച് ചോറും കറികളും എല്ലാം വിളമ്പി വെക്കുകയാണ് കേട്ടോ. ആദ്യം തന്നെ കുട്ടിപ്പട്ടാളംസിന്റെ എല്ലാവരെയും പിടിച്ചിരുത്തി. കുറച്ച് പേരല്ലേ ഉള്ളൂ, അപ്പൊ 2 ടേബിളിൽ ഇരിക്കാനുള്ള ആളെ ഉള്ളൂ ഞങ്ങള്. അപ്പൊ കുഞ്ഞപ്പനും അബിക്കുട്ടനും എപ്പോഴും ഒരുമിച്ചേ ഇരിക്കുള്ളൂ കേട്ടോ. ഇതുപോലെയുള്ള പരിപാടികൾക്കല്ലേ നമ്മൾ കസിൻസ് ഒക്കെ ഒരുമിച്ച് കാണുന്നത്. അപ്പൊ കുഞ്ഞപ്പനും അബിക്കുട്ടനും ഒരുപോലെ ഇച്ചിരി മാത്രം ചോറിട്ട് അല്ലെങ്കിൽ ബാക്കി വെക്കും. അപ്പൊ 2 പേർക്കും ബീഫും മീൻകറിയൊക്കെ ഇഷ്ടപ്പെട്ടു. ഇച്ചിരി മാത്രം ചോറേ നിന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ അതേ അബിക്കുട്ടൻ ബാക്കി വെച്ചതും കുഞ്ഞപ്പം ബാക്കി വെച്ചതും കൂടി ഒരുമിച്ച് ഒരു പ്ലേറ്റിലിട്ട് കഴിക്കുകയാണ് ഞാൻ. എനിക്ക് കറിയും ചോറും ഒന്നും വേസ്റ്റ് ആക്കണത് ഇഷ്ടമല്ല ഗൈസ്. എനിക്ക് ഭയങ്കര സങ്കടമാണ് ഈ ഫുഡ് കളയുന്നത്. അപ്പൊ അമ്മയാണെങ്കിൽ എനിക്ക് വേറെ ചോറ് കൊണ്ടുവന്ന് തന്നു. അതിൻ്റെ അകത്തുള്ള കറി മാത്രം ഞാൻ എടുത്തിട്ട് ചോറ് മാറ്റി വെച്ച് കേട്ടോ. ആദ്യം പിള്ളേര് കുഴച്ചിട്ട് തിന്നട്ടെ, എന്നിട്ട് ബാക്കി വയറുണ്ടെങ്കിൽ അത് തിന്നാം. കഴിക്കാൻ പോവാണ് നല്ല ബീഫ് ഫ്രൈയും മീൻകറിയും ക്യാബേജ് തോരനും മോരൊഴിച്ചില്ല, മോരും കൊണ്ടുതാ. മോര് കറി കറി ഇല്ല, അവൻ പറയുന്നത് ചിക്കൻ കറി ഇല്ലെന്ന്. ഇതല്ലേ നല്ലത്? ബിരിയാണിയൊക്കെ നമ്മൾ എല്ലാ പരിപാടിക്കും തിന്നണല്ലേ, ഇതാണ് ഏറ്റവും നല്ലത്. ചോറ് എപ്പോഴും വീട്ടിൽ കഴിക്കണം. അവന് പരാതിയാണ് കേസ്, ബിരിയാണി വെച്ചില്ലെന്ന് പറഞ്ഞ് വിഷ്ണുവിന് പരാതിയാണ്. അടുത്ത പ്രാവശ്യം കുഞ്ഞമ്മയുടെ ബർത്ത്ഡേക്ക് നമുക്ക് ബിരിയാണി ആക്കാം. എല്ലാവർക്കും ബീഫ് ഫ്രൈയും മീൻകറിയൊക്കെ ഇഷ്ടമാണല്ലോ എന്നോർത്താണ് ഇത് സെറ്റ് ചെയ്തത്. അപ്പോഴേക്കും ചേട്ടൻ്റെ ഫ്രണ്ട്സ് വന്നു കേട്ടോ. അവർക്ക് വേറൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് വന്നുകൊണ്ട് ഇച്ചിരി താമസിച്ചു പോയി. അപ്പോൾ അതേ കുഞ്ഞപ്പന് സർപ്രൈസ് ആയിട്ട് കൊണ്ടുവന്ന ഒരു സിൽവറിൻ്റെ ചെയിനും ഒരു മോതിരം ഇട്ട് കൊടുക്കുകയാണേ. അപ്പനാണെങ്കിൽ ഞാൻ അടുക്കളയിൽ നിൽക്കുവാ, ഇവർ വന്നതും ഇത് ഇട്ട് കൊടുക്കുന്നതൊന്നും ഞാൻ കണ്ടില്ല. അമ്മേ വാരാ വന്നേക്കണേ, നോക്ക് ഇതെന്താ സമ്മാനം ഒന്ന് നോക്ക് എന്നൊക്കെ പറഞ്ഞ ഒരു ഓട്ട വരുന്ന കേട്ടോ. നേരെ എൻ്റെ അടുത്ത് വന്ന് കാര്യമൊക്കെ പറഞ്ഞു. അപ്പോഴാണ് ഇത് റോട്ടിൽ കൂടി നമ്മുടെ കുട്ടിപ്പട്ടാളംസ് എല്ലാവരും കൂടി പോകുന്നത് കാണുന്നത്. അങ്ങനെ ഞാൻ എല്ലാവരെയും അകത്തേക്ക് വിളിച്ചു. എന്നിട്ട് എല്ലാവർക്കും കുഞ്ഞപ്പം മിഠായിയൊക്കെ കൊടുത്തു. അപ്പൊ അവരുടെ കയ്യിൽ ഇരുന്നാണ് ആ കാറിന്റെ ജീപ്പിന്റെ മുകളിൽ 2 ബലൂൺ ഇരിക്കുന്നുണ്ടല്ലേ, ആ 2 ബലൂണും പിള്ളേര് കുഞ്ഞപ്പന് കൊടുത്തിട്ട് പോയി കേട്ടോ. അത് കഴിഞ്ഞ് തൊട്ടപ്പുറത്ത് അമ്മൂമ്മയുടെ വീടുണ്ട്. അമ്മൂമ്മയ്ക്ക് വയ്യാണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങോട്ട് വരാനൊന്നും പറ്റില്ല, നമ്മൾ ഫുഡൊക്കെ അങ്ങോട്ട് കൊണ്ട് കൊടുക്കും. അപ്പൊ കുഞ്ഞപ്പൻ അമ്മൂമ്മ എടുത്ത് വണ്ടി ഓടിച്ച്, നമ്മുടെ റോഡാണ് കേട്ടോ, നമ്മുടെ റോട്ടിൽ കൂടി വണ്ടി ഓടിച്ച് അമ്മൂമ്മയുടെ വീട്ടിൽ പോയിട്ട് തിരിച്ചു വരികയാണ് കേട്ടോ. ഗൈസ്, അങ്ങനെ കുഞ്ഞപ്പന്റെ 5ാമത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവരും വീട്ടിലേക്ക് തിരിച്ചു പോയി കേട്ടോ. ഇപ്പൊ വൈകുന്നേരമായി. ഞങ്ങളൊന്ന് ജസ്റ്റ് ഡ്രസ്സൊക്കെ മാറി ഒന്ന് പോയി കിടന്നു. ഭയങ്കര ടയർഡായി. രാവിലത്തെ സീൻ നിങ്ങൾ കണ്ടില്ലേ, ഭയങ്കര ജലദോഷവും തലവേദനയും. അതെ, പിന്നെ ഫുഡൊക്കെ കഴിച്ചപ്പോൾ നമ്മൾ തളർന്നു. ഫുഡ് കഴിച്ചാൽ ഒരു ഉറക്കം മസ്റ്റ് ആണല്ലോ. ഉറങ്ങിയൊന്നുമില്ല കേട്ടോ, ഉറങ്ങാനൊന്നും പറ്റത്തില്ല. അതെ ഗൈസ്, ഇത് കുഞ്ഞപ്പനെ ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടിയതാണ് ഈ തോക്ക്. ഇതാണ് കുഞ്ഞപ്പന് ആദ്യമായിട്ട് കിട്ടിയ ബർത്ത്ഡേ ഗിഫ്റ്റ്. ഏണിയും പാമ്പും ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ വ്ളോഗ് കാണാത്തവർ കണ്ടു നോക്കണം കേട്ടോ. ഏണിയും പാമ്പ് പ്ലസ് ലുഡോ. ഏണിയും പാമ്പും അതിന്റെ കൂടെ അതിൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു ഏണിയും പാമ്പും ചെസ്സും എല്ലാം കൂടിയാണെന്ന്. ചെസ് അല്ല കേട്ടോ, ഇത് ലുഡോയാണ്. ഈ ബാക്ക് ഭാഗത്ത് ലുഡോ, ഫ്രണ്ട് ഭാഗത്ത് ഏണിയും പാമ്പും. ബർത്ത്ഡേ എങ്ങനെ ഉണ്ടായിരുന്നു നമുക്ക് കുഞ്ഞപ്പനോട് ചോദിക്കാം. കുഞ്ഞപ്പ എങ്ങനെ ഉണ്ടായിരുന്നു? പുറകെ നോക്കൂ ഗൈസ് എന്ന്. അപ്പൊ നമ്മുടെ ജീപ്പ് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. കുഞ്ഞപ്പന്റെ സർപ്രൈസ് ഗിഫ്റ്റ്. ഞാൻ വിചാരിച്ച പോലെ തന്നെ ഇവൻ ഞെട്ടിയോളൂ ഗൈസ്. ഞാൻ ഇവൻ ഭയങ്കരമായിട്ട് ഞെട്ടോന്നൊന്നും വിചാരിച്ചില്ല. നിങ്ങൾ കണ്ടില്ലേ, വലിയ എക്സ്പ്രഷൻ ഒന്നും ഇല്ലായിരുന്നു. കണ്ടപ്പോ ആളിങ്ങനെ ഞാൻ ഇരുന്ന് കാണിച്ചു തരാന്ന്. കഴിഞ്ഞ വ്ളോഗ് കണ്ടവർക്ക് അറിയാം, നമ്മള് സൈക്ലോട്ടോ എന്ന് പറയുന്ന ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത്. നമ്മുടെ ഇവിടെ അടുത്ത്. പെട്ടെന്ന് തന്നെ ഓടിക്കാനൊക്കെ പഠിച്ചു കേട്ടോ, പ്രോ ഡ്രൈവറായി. ഇവിടെ അമ്മയുടെ മുതുകത്തിട്ട് വന്ന് ഇടിക്കല്ലേ. അപ്പൊ ആ ഷോപ്പിൽ പോയപ്പോ തന്നെ ഇവൻ ഈ കാറും ജീപ്പും എല്ലാ സാധനങ്ങളും കണ്ടതാണല്ലോ. അപ്പൊ നമ്മളിത് സർപ്രൈസ് ആയിട്ട് കാണിച്ചപ്പോ ഇത് നിങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നാ, അങ്ങനത്തെ ഒരു റിയാക്ഷൻ ആയിരുന്നു കുഞ്ഞപ്പൻ്റെത്. ഗൈസ്, അപ്പോൾ നമ്മുടെ കേക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അവെഞ്ചേഴ്സിന്റെ കേക്കായിരുന്നു ഗൈസ്. നല്ല അടിപൊളി കേക്കായിരുന്നു, ഒരു രക്ഷയില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഗൈസ്. ഒന്നും പറയില്ല. നമ്മളിപ്പോ 2-3 വർഷമായിട്ട് ആ ഇത്തടയിൽ നിന്ന് തന്നെയാണ് കേക്ക് വാങ്ങിക്കുന്നത്. നമ്മുടെ വീടിന്റെ അടുത്ത ചാവടിയിലാണ്. അതൊക്കെ നമ്മൾ വീഡിയോയിൽ ഓൾറെഡി വോയിസ് ഓവർ കൊടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടാകും.
അടിപൊളി കേക്കാണ് ഗൈസ്, അതിന്റെ ഒന്നും കളയാനില്ല, എല്ലാം അടിപൊളി ടേസ്റ്റ്. മോനെ കേക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി കേക്ക്. ഇനി കുറച്ചുകൂടി ഇരിപ്പുണ്ട്, നമുക്ക് കുറച്ചു പേർക്കൊക്കെ കേക്ക് കൊടുക്കാനുണ്ട്. അതെ, കുറച്ചു പേർക്ക് കേക്ക് കൊടുക്കാനുണ്ട്, മിഠായിയൊക്കെ കൊണ്ട് കൊടുക്കാനുണ്ട്. പുറത്തേക്ക് പോകാൻ ഭയങ്കര മടി. ഒരു ക്യാമറയൊക്കെ സെറ്റ് ചെയ്താണ് ഫോട്ടോ ഒക്കെ എടുക്കാൻ, ഫോട്ടോ പോലും എടുത്തിട്ടില്ല അല്ലേ? ഫോട്ടോഷൂട്ട് വേറെ ദിവസത്തേക്ക് മാറ്റേണ്ടി വരും തോന്നുന്നത്, കാരണം ഭയങ്കര ടയേർഡായി പോയി. ഇനി മറ്റേ ഡ്രസ്സൊക്കെ എടുത്തിടാൻ എനിക്ക് വയ്യ. എന്റെ ഒരു മറ്റേ വള്ളി നിക്കർ പോലത്തെ ജെൻസി, എന്റെ ജെൻസി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എന്റെ ഡ്രസ് കമന്റ് ചെയ്യണം കേട്ടോ ഗീസ്. അവന്റെ ഡ്രസ്സും കൂടി ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യണം കേട്ടോ. ഇതാണ് കുഞ്ഞപ്പന്റെ ഫസ്റ്റ് ബർത്ത്ഡേ ഗിഫ്റ്റ്. അതെ, ഇത് ഷോർട്സിൽ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടാവും. ഇത് അച്ഛന്റെ അമ്മയുടെയും വകയ്ക്ക് എടുത്തതാണ് കേട്ടോ. അപ്പൊ ഇതും ആരുടെയാണെന്നൊന്നും പേര് പറയണില്ലെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു പോയി. അച്ഛന്റെ അമ്മയുടെയും പറയുന്നത് കുഴപ്പമില്ല, ബാക്കി ആരുടെയും പറയുന്നില്ല കേട്ടോ. ദേ ഇതാണ്, അടിപൊളിയല്ലേ? ഇനി അടുത്തെടുത്ത് അത് കടയിൽ നിന്ന് മേടിച്ചതാ. അടുത്തത് ദേ ഇതാണ്. സത്യം പറഞ്ഞാ ഇതാരാ എടുത്തെന്നൊക്കെ നമുക്കറിയാം, പേര് ഈ ഒരു ടീഷർട്ടും ഈ ഒരു അടിപൊളി നിക്കറുമാണ് കേട്ടോ. ഇതുപോലെ അത് വിജയം എടുത്താണ്, അത് അബിക്കുട്ടന്റെ അടുത്താണ്. അവൻ ഓരോരുത്തരുടെ പേര് പറയാം. ഇത് നോക്ക്, നല്ല ടീഷർട്ട് അല്ല. അപ്പൊ നെക്സ്റ്റ് ഡ്രസ് ഇതാണ്. അടുത്തത് ഇതാണ് കേട്ടോ, വൈറ്റ് ആണ് ഗൈസ്. ഇതാണ് വിജയമ്മയുടെ ഉടുപ്പ്. അല്ല ഗൈസ്, വിജയമ്മയുടെ ഉടുപ്പ് ഇതല്ല, വിജയമ്മ എടുത്തത് ഇതല്ല, ഇത് അബിക്കുട്ടന്റെ അടുത്തല്ല. പാന്റ് ആണ് കേട്ടാ. കുഞ്ഞപ്പന് പാന്റ് ഇല്ല, എല്ലാം ജീൻസ് ആണ്. ആദ്യമായിട്ടാണ് അവനൊരു പാന്റ് കിട്ടുന്നത്. പിന്നെന്തുവാ പിന്നെ ഈ ഒരു ബ്ലാക്ക് ടീഷർട്ടും പിന്നെ ഈ ഒരു ഷോർട്സും ആണ്. ഇത്ര ഉടുപ്പല്ലേ? എത്ര ഉടുപ്പാ? 4 ഉടുപ്പല്ലേ? 1 2 അതെ, 4 ഉടുപ്പുണ്ട്. പിന്നെ ഞങ്ങൾ എടുത്ത ഉടുപ്പ് അല്ലെ, നമ്മൾ അപ്പൊ 5 ഉടുപ്പാണ് കുഞ്ഞപ്പന് ടോട്ടൽ കിട്ടിയത്. അപ്പൊ ഇത്രയൊക്കെയാണ് കുഞ്ഞപ്പന് കിട്ടിയ ഗിഫ്റ്റ്. നമ്മൾ കൂടുതൽ ആരെയും വിളിച്ചില്ല കേട്ടോ. നമ്മുടെ അച്ഛന്റെ അനിയന്മാരുണ്ട്, അച്ഛന്റെ അനിയന്മാരും ഭാര്യമാരും നമ്മുടെ അടുത്ത് തന്നെയാണ്, തൊട്ടപ്പുറത്ത് അവരുടെ വീട്. അവരെ മാത്രമേ നമ്മൾ വിളിച്ചോളൂ. ചെറിയൊരു കുഞ്ഞാപ്രി പരിപാടിയായിരുന്നു. സന്തോഷം സമാധാനം അല്ലേ? കൂടുതൽ പേരെ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മള് ഇതിനേക്കാളും ടയേർഡായി പോകും. നമ്മൾ കുഞ്ഞു പരിപാടി ആയിരുന്നിട്ട് പോലും നമ്മൾ ഇത് കഴിഞ്ഞപ്പോ ഭയങ്കരമായിട്ട് ടയേർഡായി ഗൈസ്. ഇപ്പൊ ഒരുപാട് പേരെ വിളിച്ച് നടത്തിയിരുന്നെങ്കിൽ എന്റെ പൊന്നി. പക്ഷെ നമുക്ക് ഇനി എപ്പോഴെങ്കിലും നടത്താല്ലേ കുഞ്ഞെ? കുറെ പേരെ വിളിച്ചിട്ട് നിങ്ങളെ വിളിക്കും കേട്ടോ ഗൈസ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അവൻ അങ്ങനെ പറയുന്നു. എന്റെ ഫ്രണ്ട്സിനെ വിളിക്കണം, പിന്നെ നിങ്ങളെ വിളിക്കുമെന്ന്. വിളിക്കാവനെ നിങ്ങളുടെ കുടുംബത്തിലെല്ലാരും കുഞ്ഞപ്പം വിളിച്ചിട്ട് നിങ്ങളുടെ അമ്മേനെ അച്ഛനെ അപ്പൂപ്പനെ നിങ്ങൾ കുടുംബസമേതം എല്ലാരും സബ്സ്ക്രൈബേഴ്സ്. കാളപ്പൻ ഇവിടെ ഉണ്ട് കാണിക്കണ്ട, അവനെ അവിടെ ബൈക്ക് തൂങ്ങിക്കിടക്കുക. നമ്മള് മാത്രമല്ല കേട്ടോ, ഇവിടെ വേറെ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ പറഞ്ഞിട്ടല്ല, കുഞ്ഞപ്പന്റെ ഏതെങ്കിലും ഒരു ബർത്ത്ഡേക്ക് ഇനി നിങ്ങളെ കുടുംബസമേതം എല്ലാരെയും വിളിക്കുന്നതായിരിക്കും. അപ്പൊ ഈ കുട്ടി ബർത്ത്ഡേ വ്ളോഗ് ഇവിടെ വൈൻഡ് അപ്പ് ആണ്. അടുത്ത അടിപൊളി വീഡിയോസ് ഒക്കെ ആയിട്ട് ഞങ്ങൾ ഉടനെ വരുന്നതായിരിക്കും. കുഞ്ഞപ്പാ അവനത് പറയാൻ വേണ്ടി കാത്തിരിക്കണം. ഒരുമിച്ച് പറഞ്ഞാലോ? റെഡി 1 2 3 സ്റ്റാർട്ട്. ബൈ ബൈ, സീ യു.